ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ആക്ഷൻ ത്രില്ലർ മൂവിയല്ല. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്ക് മറക്കാതെ ഒന്ന് ചെയ്തേക്കാം. ഈ കഥ തുടങ്ങുന്നത് ഒരു പോപ്പ് പരസ്യ കമ്പനിയുടെ സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡാൻ ഉള്ളത്. ഡാൻ ആണ് ഈ പരസ്യത്തിന്റെ ഡയറക്ടർ. സത്യത്തിലെ ഡാൻ പണ്ട് ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം, അതേപോലെ തന്നെ കൂടുതൽ സിനിമകളൊന്നും കിട്ടാത്തത് കൊണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരസ്യങ്ങളാണ് അവൻ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സന്തോഷമില്ലാത്ത ജീവിതം എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ളൊരു ജീവിതം. ഇപ്പോൾ ഒരു പരസ്യത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഡാൻ ഇപ്പോൾ അവനോടൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റൊരു ലേഡിയോട് താൻ തൻ്റെ ഭാര്യയായിട്ടുള്ള ലിസയുമായിട്ട് വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ആ ലേഡിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഡാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ഡാൻ തൻ്റെ കാറിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഫോൺ എടുത്തൊരു തന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകും, നീ നാളെ അവിടെ എത്തത്തില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ എത്തും, എല്ലാം ഓക്കെ അല്ലേ, അതെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഡാനിൻ്റെ കയ്യിൽ ആ വണ്ടിക്കകത്ത് വാങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് ടേപ്പ്, ചുറ്റിയൽ, കയറ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡാൻ നേരെ വരുന്നത് തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ അച്ഛനെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ വന്നിട്ട് തൻ്റെ അച്ഛനോട് ഇതുപോലെ ഞാൻ ലിസയും വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ ഹൈക്കിങ്ങിന് ചിലപ്പോൾ മലയുടെ മുകളിലേക്ക് എല്ലാം പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു അച്ഛൻ, ഓ അവൾ ഇപ്പോഴും നിന്നോടൊപ്പം താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിസയും ഡാനും അത്ര നല്ലൊരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന്. ഇപ്പം അത് കഴിഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം ആവുന്നതും ഡാനും ലിസയും തൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവരുടെ പുഴയുടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് സാധനങ്ങളെല്ലാം പിറകിൽ വെക്കുമ്പോൾ ഡാൻ വാങ്ങിയിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതെടുത്ത് അവൻ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ലിസ കാറിനടുത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ പറയുന്നത്, നീ എപ്പോഴും ഈ ചെടിയുടെ അടുത്ത് തന്നെയാണ് കാർ പാർക്ക് ചെയ്യുന്നത് എന്നവനെ ഒരു കുറ്റവും പറഞ്ഞിട്ടാണ് കാറിലേക്ക് കയറുന്നത്. അപ്പോൾ അയൽക്കാരിയായിട്ടുള്ള ഒരു ലേഡി, ഹേ ഡാൻ, ഹാപ്പി ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ കാറിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിസ സത്യത്തിലൊരു ആക്ടറാണ്. അതുകൊണ്ടാണ് ഡയറക്ടറായിട്ടുള്ള ഡാൻ അവളെ വിവാഹം കഴിച്ചത്. ഇങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാറിലിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ലിസയും ഡാനും തമ്മിൽ അത്ര നല്ല അടുപ്പത്തിലല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞെല്ലാം ഇവർ രണ്ടുപേരും ഒരുപാട് വഴക്ക് കൂടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവൻ നല്ലതുപോലെ സംവിധാനം ചെയ്യുന്നില്ല എന്നും ഇപ്പോൾ ഈ ഒരു പരസ്യങ്ങൾ സംവിധാനം ചെയ്യുന്നതിൽ കുറവുണ്ടെന്ന് പറയുമ്പോൾ അവൻ തിരിച്ച് അവളെ പറ്റിയും പറയും. ഇങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കാക്കി അവസാനം രണ്ടുപേരും ആ ഒരു ക്യാബിലേക്ക് വരുന്നു. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത്, നമ്മുടെ ഡാനിനെ കൊണ്ടാണ് അവൾ സാധനങ്ങളെല്ലാം എടുപ്പിക്കുന്നത്, അതും എടുത്ത് രണ്ടുപേരും വീടിനകത്തേക്ക് കയറി. കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ്, രണ്ടുപേരും പാചകം ചെയ്യാൻ തുടങ്ങാണ്. അന്ന് രാത്രി കഴിക്കണമല്ലോ. അതുമല്ല നമ്മുടെ ഡാൻ ഇപ്പോൾ അവിടെ താഴത്തെ ഒരു ബേസ്മെന്റ് ഉണ്ട്, അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് തോക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതും വലിയ ഷോട്ട് ഗണ്ണുകൾ, അതേപോലെ തന്നെ കുറേ ടൂളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ ഡാൻ ഇപ്പോൾ ആ ഒരു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാനായിട്ട് പോകുന്നു. ലിസയാണെങ്കിൽ കിച്ചണിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പം അത് കഴിഞ്ഞ് രണ്ടുപേരും കിച്ചണിൽ നിന്നിട്ട് പാചകം ചെയ്യുമ്പോഴത്തേക്കാണ് ഡാനിപ്പോൾ ഹെൽപ്പിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവൾ അതൊന്നും ചെയ്യാൻ പോലും തയ്യാറല്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്വെറ്റർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതവിടെ എവിടെയോ കാണുമെന്നല്ല അവൾ പറയുന്നു. കാരണം അവൻ അത്രയും സ്നേഹത്തോടെ അവളോട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീസ അതെല്ലാം അവോയ്ഡ് ചെയ്യാണ്. എന്നാലും ഡാൻ അതെല്ലാം ക്ഷമിച്ച് അവസാനം ഇവർ പാചകം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു മീറ്റ് ഉണ്ടല്ലോ, അതാണിപ്പോൾ പാചകം ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് രണ്ടുപേരും ആ ഒരു പുഴയുടെ അടുത്തിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഡാൻ ചോദിക്കും, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീസ പറയും, എന്ത്, ഇല്ല, അതിലിട്ടേക്കുന്ന കുരുമുളക് അത് വേറൊരു രാജ്യത്ത് നിന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ്. കാരണം നിനക്ക് സ്റ്റീക്ക് അത്ര ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഞാനത് പ്രത്യേകം അവിടെ നിന്ന് വാങ്ങിയതാണെന്ന് പറയുന്നതും ലീസ കഴിച്ചിട്ട് പറയും, എനിക്കതിന് സ്റ്റീക്ക് ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ ഡാൻ, ഹേയ്, നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്, നീ എപ്പോഴും സ്റ്റീക്ക് കഴിക്കാറുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഡാൻ പെട്ടെന്ന്, അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കുരുമുളകൊക്കെ വരുത്തിച്ചിട്ട് ഇതുണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ വെറുതെ ആയല്ലോ എന്നുള്ള അവസ്ഥയായിപ്പോയി. അപ്പോൾ ഡാൻ ചോദിക്കാല്ല, നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ? സാധാരണ നീ ഇത് എപ്പോഴും കഴിക്കാറുള്ളത് ഞാൻ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്കിഷ്ടപ്പെട്ടത് സെവിച്ചെ എന്ന് പറഞ്ഞൊരു ഫുഡാണെന്ന് പറയും. അപ്പോൾ ഡാൻ ചോദിക്കും, ശരി, അങ്ങനെയാണെങ്കിൽ നീ റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ട്, ഹലോ മാഡം, ഇവിടെ സെവിച്ചെ ഉണ്ടോ, നിങ്ങളുടെ മെനുവിൽ സെവിച്ചെ ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയും, അതുള്ള റെസ്റ്റോറൻറ്റിലല്ലേ നമുക്ക് പോയി കഴിക്കാൻ പറ്റൂ. അതുമല്ല ആ ഒരു ഫുഡുള്ളത് അമേരിക്കയിലെ മറ്റൊരു സ്ഥലത്താണെന്നും അവൾ പ്രത്യേകം പറയുന്നുണ്ട്. അതും ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരുത്തനോടൊപ്പം പോയപ്പോഴാണ് അവളത് കഴിച്ചെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന്, ആ ഓക്കെ, അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡാരിയോ എന്ന് പറയും. ഓക്കെ, ഡാരിയോ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും രാത്രിയിൽ
വേറെ എന്തോ ഒരു ഗെയിം കളിക്കാണ്, ഈ ഒരു അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഗെയിം. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ലിസയ്ക്ക് അത്ര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. അവൾ കുറച്ചു നേരം ഇരുന്ന് കളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഡാൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, ഹേയ് ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വന്നിരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അവൾ കേൾക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കിടക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ്, രണ്ടുപേരും കിടക്കുന്ന ഈ ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇവരെത്രത്തോളം നല്ല വഴക്കിലാണ് ഇവരുടെ ജീവിതം കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ലിസ ആ വീടിനകത്ത് നിന്നിട്ട് അവളുടെ ഡയലോഗ് എല്ലാം പഠിക്കുകയാണ്. അങ്ങനെ അതോരോന്നും ഇങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഡാനിനെ കാണിക്കുമ്പോൾ ഡാൻ ഒരു ബാഗുമായിട്ട് ആ വീടിനെ ചുറ്റും വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് ഈ ഒരു ബാഗിലിടുന്നു. അതുമല്ല ലിസ കാണാതെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബാഗ് അങ്ങനെ പൊക്കിയെടുത്ത് നേരെ അവിടെയുള്ള ആ ഒരു പുഴയിലിട്ടേക്കുന്ന ഇവരുടെ ഒരു ബോട്ടുണ്ട്, ആ ഒരു ബോട്ടിനടുത്തേക്ക് കൊണ്ടുവന്ന് അതിനുള്ളിൽ ഒരു ചെറിയ അറയുണ്ട്, അതിനകത്തേക്ക് കയറ്റി വയ്ക്കും ആരും കാണാതെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ബേസ്മെന്റിലേക്ക് വന്ന് അവൻ ആ ഒരു കാറിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ടേപ്പ്, കയറ്, പിന്നെ ഒരു ഹാക്സോ ഫ്രെയിം ആൻഡ് ബ്ലേഡ് ഇതെല്ലാം അവിടെ എടുത്ത് വെച്ച് എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇപ്പോൾ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ മുകളിലേക്ക് കയറി വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഡാൻ ലിസയെ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കൊന്ന് വെള്ളത്തിലേക്ക് കെട്ടിത്താക്കാനാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ലിസ അവിടെ നിന്നിട്ട് അവളുടെ ഡയലോഗ് എല്ലാം പഠിക്കുമ്പോഴത്തേക്കും ഡാൻ ഇപ്പോൾ നേരെ ആ ഒരു ടേബിളിന് മുകളിലേക്ക് ഒരു ക്ലോറോഫോമും അതേപോലെ തന്നെ തുണിയും കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് ലിസയെ കൊല്ലാൻ തന്നെയാണ് ഡാനിന്റെ പ്ലാൻ. എന്നിട്ട് എന്താണ്, കുറച്ചു നേരം അവൻ നിന്ന് ആലോചിക്കുന്നു, അവനെ കൊണ്ട് ഇത് കഴിയത്തില്ല, ഇതിപ്പോ ഒരാളെ കൊല്ലുന്നത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ ആ ടെൻഷൻ മാറാൻ വേണ്ടി മദ്യം ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് 2 തവണ ഇങ്ങനെ കുടിക്കും. എന്നിട്ട് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അവസാനം ആ ഒരു ക്ലോറോഫോം മുഴുവനായിട്ടും ഈ തുണിയിലേക്ക് ആക്കിയിട്ട് അതും എടുത്ത് പതിയെ ലിസയുടെ പിറകെ വരും. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ലിസ വായിക്കുന്ന ആ ഒരു ഡയലോഗില് നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് പ്രത്യേക ഒരു ഡയലോഗുണ്ട്. അങ്ങനെ ഡാൻ പതിയെ അവളുടെ പിറകിലൂടെ വന്ന് അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് ലിസ തിരിഞ്ഞു നിന്നിട്ട് ഈ ഒരു ഷോക്ക് കൊടുക്കുന്ന ചെറിയൊരു ഡിവൈസ് ഉണ്ടല്ലോ അത് വെച്ച് ഡാന്റെ നെഞ്ചിലേക്ക് കുത്തിയിട്ട് നിനക്ക് എന്ത് അവകാശമുണ്ട് ഡാൻ എന്ന് പറഞ്ഞ് അത് കുറേ നേരം കുത്തിവെക്കുന്നതും ആ ഒരു ഷോക്ക് അടിച്ച് ഡാൻ അങ്ങനെ വിറച്ച് അവന്റെ ബോധം പോയി താഴെ വീഴുന്നു. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവന് ചെയറിൽ കെട്ടിയിട്ടേക്കാണ്, കൈയെല്ലാം പിറകിൽ വെച്ചിട്ട്. അവനാണെങ്കിൽ ചെയറിലിരുന്ന് മൂത്രമൊഴിക്കാൻ കൂടി ചെയ്യുന്നു. എന്നിട്ടാണ് എഴുന്നേറ്റ് നോക്കിയിട്ട്, ഹേ ലിസ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, നീ തന്നെയാണ് മൂത്രമൊഴിച്ചത്. അല്ല ഇവിടെ എന്താ നടക്കുന്നേ എന്ന് ഡാൻ ചോദിക്കുമ്പോഴാണ് ലിസ ആ ഒരു ക്ലോറോഫോം എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട് നീ എന്നെ എന്താ ചെയ്യാൻ പോയേ, ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ അത് ക്ലീനിങ് ചെയ്യുന്നൊരു ലിക്വിഡാണെന്ന് പറയുന്നത്. അവൾ ചെറുതായിട്ട് എടുത്ത് മണത്ത് നോക്കിയിട്ട് ഇത്രയും പവർ ഉള്ളതോ? അപ്പോൾ അവൻ പറയും, ദേ ആ ജനാരയെല്ലാം അഴുക്കായിട്ട് കിടക്കുമായിരുന്നു, അത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോഴേക്കും അവൾ ആ ഒരു ടേപ്പ്, കയറ്, ഹാക്സോ ഫ്രെയിമും ബ്ലേഡ് ഉണ്ടല്ലോ അതിലെടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ അവൻ പറയും, ഇതെല്ലാം എൻ്റെ സാധനങ്ങളാണ്, ഇത് ഞാൻ പല ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഇവിടെ പലയിടങ്ങളിൽ ചോർച്ചയുണ്ട്, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോട്ടിൽ ബാഗിൽ പാറ കയറ്റി വെച്ചേക്കുന്നതിനാ? അപ്പോൾ അവൻ പെട്ടെന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ടാണ്, അത് ഞാൻ വെറുതെ ശേഖരിച്ചു വെച്ചതാന്ന് പറയും. ഇത്രയും കൂടി പറയുമ്പോൾ തന്നെ ലിസയ്ക്ക് കാര്യം മനസ്സിലായല്ലോ, അവളെ കൊല്ലാനാണെന്ന്. ഇവൻ മുഖത്ത് നോക്കി കള്ളം കൂടി പറയുന്നതും അവൾ എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ ലിസ അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിൽ എങ്ങനെയാ ഒരു ഡിവൈസ് ഉള്ളത്, അതിനെ ടേസർ എന്നാണ് പറയുന്നത്, അതെങ്ങനെ നിന്റെ കയ്യിൽ ഒന്നെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോഴാണ് നമ്മുടെ ഡാൻ അവിടെ ഇരിക്കുന്ന ആ ഒരു ഹാക്സോ ഫ്രെയിം ഉണ്ടല്ലോ അത് കടിച്ചെടുക്കാൻ വേണ്ടി പതിയെ ആ ഒരു ടേബിളിനടുത്തേക്ക് കസേര നീക്കിക്കൊണ്ട് വന്നിട്ട് അത് കടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിടി മാത്രം അവൻ്റെ വായിലിരിക്കുന്നു. അപ്പോൾ ലിസ താഴെ പോയത് ഒരു തോക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു ഷോട്ട് ഗൺ എടുത്ത് അവൾ നേരെ മുകളിലേക്ക് വന്ന് ഇപ്പം ആ ഒരു തോക്ക് അവൻ്റെ നേർക്ക് നീട്ടിയിട്ട്, ശരി ഇനി കാര്യം പറയുന്നതും അവൻ പറയും, ഓക്കെ നിന്നെ ബാഗിലേക്ക് കെട്ടി താഴ്ത്തിയതിനു ശേഷം ആ കയർ കട്ട് ചെയ്ത് കളയാനായിട്ടാണ് ഈ ഒരു ഹാക്സോ ഫ്രെയിം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തൊരു മണ്ടനാണ്, നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നല്ല ചോദിക്കുമ്പോൾ അവൻ പറയും, ശരി അപ്പോൾ ആ ഒരു സെവിച്ചെ കഴിക്കാൻ പോയ കാര്യം അതെനിക്ക് അറിയത്തില്ല എന്നാണോ? എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിസയ്ക്ക് വേറെ ഒരുത്തനായിട്ട് ഒരു അഫെയർ ഉണ്ട്, ആ ഒരു കാര്യം നമ്മുടെ ഡാനിന് അറിയാം. അപ്പോൾ അവൾ ചോദിക്കും, ഓ എനിക്ക് മറ്റൊരാളുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ട് നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതാണോ? ഡാൻ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നീ എൻ്റെ ശരീരത്ത് പോലും തൊട്ടിട്ടില്ല, അത് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ ഡാൻ പറയും, അതെ അത് ശരിയാണ്, നീ എപ്പോഴും എന്നെ കാണുന്നത് ഒരു ചെറിയ ആളെപ്പോലെയാണ്, എനിക്കൊരു വിലയും തരാതെ നീ നടക്കുന്നത് എന്നെല്ലാം അവൻ്റെ മനസ്സിലുള്ള അവന് ദേഷ്യമുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും അവളിപ്പോൾ തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മിൽ 10 വയസ്സ് ഡിഫറൻ്റ് ഉണ്ട്. അതുമല്ല ഇവൾക്കാണെങ്കിൽ നല്ല പ്രൊട്ടക്റ്റീവായിട്ടുള്ള ആണത്തുള്ള ഒരുത്തനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം. പക്ഷെ നിന്നെ പോലെ ഉത്തരവാദിത്വമില്ലാത്ത 10-40 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ കൂടെ കഴിയാനുള്ള എനിക്ക് ആഗ്രഹമെന്നെല്ലാം പറഞ്ഞിട്ട് അവൾ തിരിച്ചും അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവനോടും തുറന്നു പറയും. അപ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്,
രണ്ടുപേരുടെ വശത്തും തെറ്റുണ്ട്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. നമ്മുടെ ഡാൻ ലിസയെ കൊല്ലാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ലിസ ഡാനിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ വരുന്നതിന് മുന്നേ ലിസ അയൽക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇവർ രണ്ടുപേരും ഹണ്ടിങ്ങിന് പോകുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡാൻ അവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞെന്താണ് വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഡാൻ വെളിയിൽ നിൽക്കുമ്പോൾ ആ ഒരു അയൽക്കാരി ഹാപ്പി ഹണ്ടിങ് എന്നെല്ലാം പറഞ്ഞിട്ട് പോയത്. ഇപ്പോൾ ലിസയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഹണ്ടിങ്ങിന് പോകുന്നത് പോലെ എല്ലാവരോടും പറഞ്ഞിട്ട് ഡാനിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് പറയും ഇവർ തോക്കുമായിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് അകത്തേക്ക് പോയപ്പോഴത്തേക്കും അറിയാതെ തോക്ക് ഫയറായിട്ട് ബുള്ളറ്റ് ഡാനിൻ്റെ ദേഹത്ത് കൊണ്ടുവന്നോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ മൃഗത്തിനെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഡാൻ ഇടയ്ക്ക് എറിയുന്നോ, ഇങ്ങനെയൊക്കെ പറയാനാണ് ലിസ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഡാൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നീ എങ്ങനെ രക്ഷപ്പെടും പോലീസിൻ്റെ കയ്യിൽ നിന്നും? നീ ഭയങ്കര അഭിനേത്രിയാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ലിസ അത് അഭിനയിച്ച് കാണിക്കണം. അയ്യോ പ്ലീസ് ആരെങ്കിലും ഓടി വരണേ, എൻ്റെ ഭർത്താവിന് വെടിയേറ്റു എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അഭിനയിച്ച് കാണിക്കുമ്പോഴത്തേക്കും ലിസയെ കൊന്നതിന് ശേഷം നമ്മുടെ ഡാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? അയ്യോ എൻ്റെ ഭാര്യ വെള്ളത്തിൽ വീണു എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിച്ച് കാണിക്കണമല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ. അതുപോലെ രണ്ടുപേരും പരസ്പരം കൊന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നതെന്നെല്ലാം രണ്ടുപേരും ഇവിടെ വെച്ച് തന്നെ കാണിക്കുകയാണ്. എന്നിട്ട് അവളെ കളിയാക്കി ഓരോന്ന് പറയുന്നത് നമ്മുടെ ലിസ ആ ഒരു തോക്കും കൊണ്ട് എഴുന്നേറ്റി അവൻ്റെ മൂക്കിലേക്ക് തോക്കുകൊണ്ട് ഒരു ഒറ്റയിടി. എന്നിട്ടാണ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് പിറകിലൂടെ വേറൊരുത്തൻ നടന്നു വരുന്നു. അത് ഇവരുടെ അയൽക്കാരനായിട്ടുള്ള ഹെൻറി എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അവൻ്റെ കയ്യിലൊരു ചുറ്റിയിലുണ്ട്. അവനിപ്പോൾ ലിസയുടെ പിറകിൽ വന്ന് നിൽക്കുമ്പോൾ ഡാൻ ഇപ്പോൾ അവനെയും കണ്ടു. എന്നിട്ട് ലിസയെ നോക്കിയിട്ട് പറയും ഇനി ഹാമർ ടൈമാണ്, അതിനുള്ള സമയമായെന്ന് പറയുന്നതും സത്യത്തിലെ ലിസയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ ഡാൻ ഹെൻറിയോടാണ് അത് പറയുന്നത് ലിസ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. ഹാമർ ടൈം ആ ഒരു ഹാമർ കൊണ്ട് അടിക്കാനാണ് ആ ഒരു മണ്ടനോട് പറയുന്നത്. പക്ഷെ അവന് മനസ്സിലാവുന്നില്ല. ലിസയാണെങ്കിൽ ഇവൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഡാനിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് ഡാൻ തിരിഞ്ഞു നോക്കി ഹെൻറി ആ ഒരു ചുറ്റിയെടുത്ത് അവളെ അടിക്കാൻ പറയുന്നതും ലിസ തിരിയുമ്പോഴത്തേക്ക് ആ ഒരു ചുറ്റിയലുകൊണ്ട് ലിസയുടെ തലയിലേക്ക് ഒരൊറ്റയടി. ലിസ ബോധമില്ലാതെ താഴെ വീഴുന്നതും ഹെൻറി പറയും ഹേയ് നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അത് കഴിഞ്ഞെന്താണ് ഇപ്പോൾ ആ ഒരു ബേസ്മെന്റിലേക്ക് നമ്മുടെ ലിസയെ കൊണ്ടുവന്നിട്ട് അവളെ ആ ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. ലിസ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഡാനിപ്പോ ഓക്കെ വെക്കി എഴുന്നേൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാൻ ഇതിനു മുന്നേ തന്നെ ആ ഒരു കാറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരുത്തനെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ വീട്ടിലേക്ക് പോകും, നീ കറക്റ്റ് സമയത്ത് അവിടേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. അത് ഹെൻറിയോടായിരുന്നു. കാരണം ലിസയെ കൊന്നിട്ട് അവളുടെ ഇൻഷുറൻസ് പണം അത് രണ്ടുപേരും പപ്പാതി വീതിച്ചെടുക്കാന്നാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത്. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതനുസരിച്ചാണ് ഹെൻറി ഇവിടേക്ക് വന്നതും ഇപ്പോൾ ലിസയെ അടിച്ച് താഴെ കിട്ടതും. എന്നിട്ടാണ് നമ്മുടെ ഡാൻ ഇപ്പോൾ ലിസയോട് ഓക്കെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? നിന്നെ കൊല്ലുന്നതിന് മുന്നേ അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ അവൾ പറയും നിന്നോട് ജീവിക്കുന്നതേ ഒരു ഇൻസെക്യൂരിറ്റി പോലെയാണ്. നീ നിന്റെ ജോലി ഉപേക്ഷിച്ചു, പണമില്ല, നീ നല്ലൊരു ഭർത്താവല്ല, നിനക്ക് ധൈര്യമില്ല എന്നെല്ലാം. അവൾ അവനിൽ കണ്ട കുറ്റങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തുറന്നു പറയും. അതുമല്ല അവളൊരു അഭിനേത്രിയാണ്, പക്ഷേ അവൻ ഡയറക്റ്റ് ചെയ്ത ഒരു പടത്തിൽ പോലും അവളെ അഭിനയിക്കാൻ പോലും വിളിച്ചിട്ടില്ല. അതുമല്ല ഇനിയിപ്പോൾ ഇവനെ ഡിവോഴ്സ് ചെയ്താലും അവൾക്കുള്ള ആ ഒരു കട ഒരിക്കലും മാറത്തില്ല എന്ന് അവൾ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരുമിച്ചിരുന്നൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ലിസയും ഇവനെ കൊന്നിട്ട് അവൻ്റെ ഇൻഷുറൻസ് പണം ഉണ്ടല്ലോ അതെടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഹെൻറി പറയുന്നത് ഓക്കെ നിന്നെ കൊന്നതിന് ശേഷം നിന്റെ ആ ഒരു ഇൻഷുറൻസ് തുക അത് ഞങ്ങൾ രണ്ടുപേരും വീതിച്ചെടുക്കും, $50,000 എനിക്കും ബാക്കി 50,000 അവനെന്ന് പറയുമ്പോൾ ലിസ പെട്ടെന്ന് മറ്റൊരു കാര്യം ഹെൻറിയോട് പറയുന്നു എന്ത് $50,000? എൻ്റെ ഇൻഷുറൻസ് പണം അതിലും കൂടുതലുണ്ട്, ഇവൻ നിന്നോട് കള്ളം പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അത് സത്യമായിരുന്നു. നമ്മുടെ ഡാൻ ഹെൻറിയോട് കള്ളം പറയുമായിരുന്നു, അതിലും കൂടുതൽ പണമുണ്ട്. ഇപ്പം ഇതറിയുന്നത് ഹെൻറി ലിസയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ലിസ പറയുന്നത് ശരി നീ ഇപ്പം അവനെ കൊല്ലുവാണെങ്കിൽ അതിൽ കൂടുതൽ പണം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഹെൻറി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും. ഹെൻറി ഇപ്പോൾ ആ ഒരു തോക്കെടുത്ത് ഡാനെ നേർക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്കും ഡാൻ പറയും ഓക്കെ അതിലും കൂടുതൽ പണം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഹെൻറി വീണ്ടും ലിസയുടെ അടുത്തേക്ക് തിരിയും. അപ്പോൾ ലിസ പിന്നെയും പറയും ഞാൻ നിനക്ക് മൊത്തം പണവും തരാം. അപ്പോൾ ഹെൻറി വീണ്ടും തിരിഞ്ഞ് ഡാൻ്റെ അടുത്തേക്ക് വരുന്നതും നമ്മുടെ ഡാൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു കവർ എടുത്ത് ലിസയുടെ മുഖത്തേക്ക് ഇട്ടിട്ട് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹെൻറി പറയും ഓക്കെ ഡാൻ അവളെ വിട്, അവൾക്ക് എന്തോ ഒരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ ഡാൻ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇല്ല ഇപ്പോൾ കഴിയും എന്ന് പറയുമ്പോൾ ഹെൻറി പറയുമില്ല അത് വിട്, കവർ എടുക്കാൻ പറയുന്നതും അവൻ കവർ എടുക്കുമ്പോഴത്തേക്കാണ് ലിസ കുറച്ചുകൂടി പണം തരാമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കണ്ട നമ്മുടെ ഡാനിനെ ദേഷ്യം വന്നിട്ട് ഓടി വന്ന് ഹെൻറിയുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. എന്നിട്ട് ഹെൻറിയോട് കള്ളം പറഞ്ഞതുകൊണ്ട് ഹെൻറി ഡാനിനെ വഴക്ക് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ ഇപ്പൊ തോക്കിൽ പിടിച്ചേക്കുന്നത് ലിസയും ഡാനുമാണ്. അങ്ങനെ ലിസ ഡാനിന്റെ മുഖത്തേക്ക് തുപ്പിക്കൊടുക്കും. അപ്പോഴാണ് ഡാൻ പറയുന്നത് കൊച്ചുകുട്ടികളെ പോലെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ തിരിച്ചു തുപ്പുന്നു. എന്നിട്ട് എന്താണ് രണ്ടുപേരും തോക്ക് പിടിച്ചിട്ട് പിടിയും വലിയ ആവുന്നതും ഹെൻറി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് തോക്ക് ഫയറായിട്ട് ഹെൻറിയുടെ നെഞ്ചിലേക്ക് ബുള്ളറ്റ് കയറും. ഹെൻറി അങ്ങനെ മരിച്ച് താഴെ വന്ന് വീഴുന്നു.
ലിസയും ഡാനും അവനെ നോക്കിയിട്ട് ലിസ ഓട്ടെന്ന് പറയും നീയാണ്. അപ്പോൾ ലിസ പറയില്ല, നിന്റെ കയ്യിലാണ് തോക്കുണ്ടായിരുന്നത്, ദേ നീയാണ് ഇങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കാണ്. പാവ ഹെൻറി അവൻ അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ ലിസ ആ ഒരു തോക്ക് തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് മുകളിലേക്ക് ആ ഒരു കിച്ചണിലേക്ക് ഓടിപ്പോവും. ഡാനും അവളുടെ പിറകെ തന്നെയുണ്ട്. മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ലിസയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അവൾ കത്തിയെല്ലാം എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ അവസാനം ഡാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ബുള്ളറ്റ് ഇല്ല. അതുപോലെ അവന്റെ പോക്കറ്റിലെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ട് ലിസ ചിരിക്കുമ്പോഴത്തേക്കും ഡാൻ അവളുടെ മൂക്കിലേക്ക് ഒരു ഇടി ഇടിച്ചിട്ട് ആ ബുള്ളറ്റ് എടുത്ത് തോക്കിലേക്ക് ലോഡ് ചെയ്യാണ്. ഇപ്പോൾ 1-2 ബുള്ളറ്റുകൾ താഴെ വീഴും. അങ്ങനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ലിസ ആ ഒരു കത്തിയെടുത്ത് ഡാനിന്റെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ ഡാൻ പെട്ടെന്ന് താഴെ വീഴുന്നതും ഈ ഗ്യാപ്പിൽ ലിസ ആ ഒരു തോക്കെടുത്ത് ഈ 1-2 ബുള്ളറ്റും എടുത്ത് അതിലേക്ക് ലോഡ് ചെയ്ത് അവളിപ്പോൾ അവിടെ നിന്ന് മുകളിലത്തെ മുറിയിലേക്ക് ഓടും. അപ്പോൾ ഡാൻ ആ ഒരു കത്തി വലിച്ചൂരി അവളുടെ പിറകെ തന്നെ ഓടുന്നുണ്ട്. ഓടി മുകളിലേക്ക് വന്നിട്ട് അവൾ ആ ഒരു തോക്ക് ലോഡ് ചെയ്യുന്നതും ഡാൻ ചാടി വന്ന ആ ഒരു തോക്കിൽ പിടിച്ച് രണ്ടുപേരും താഴെ വീണിട്ട് ഇപ്പോൾ പിടിയും വലിയായിട്ട് തോക്ക് നേരെ മുകളിലേക്ക് വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് മുകളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് മൊത്തം പൊളിഞ്ഞ് ഒരു 3 പേര് താഴേക്ക് ഒന്ന് വീഴുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പിന്നെയും ഒരു ഫ്ലാഷ് ബാക്ക്. എന്താന്ന് വെച്ചാലേ ഇവരിവിടെ വരുന്നതിന് മുന്നേ 2 ജയിൽ കുറ്റവാളികളും അതേപോലെ തന്നെ ആ ജയിലിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ലേഡി ഇങ്ങനെ 3 പേര് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ കാട് വഴി ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ഈ വീട് കാണും. അങ്ങനെ പോലീസിനെ പേടിച്ചിട്ട് ഇവർ 3 പേരും ഈ വീടിനകത്തേക്ക് കയറിയാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഇവർ 3 പേര് വീടിനകത്തേക്ക് കയറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തിന്ന് ഒരു ദിവസം അവിടെ കഴിയുകയും ചെയ്യുന്നു. അതുമല്ല ആ ഒരു പോലീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ലേഡി അവളുടെ പേര് അലിഗ്രേ എന്നാണ്. അവള് പീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ മുടിയുള്ള ഒരുത്തനുണ്ട്, അവനെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവളും ഇവരോടൊപ്പം ഓടി വന്നത്. അതുപോലെ ഇവരോടൊപ്പം തന്നെ ടോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊട്ട തലയിനും ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇവർ 3 പേര് ഈ വീട്ടിൽ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനും ഈ വീട്ടിലേക്ക് വരുന്നത് ഇവർ കാണുന്നതും. അപ്പോൾ ഒളിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് 3 പേരും ഈ വീടിന്റെ മുകളിലത്തെ ആ ഒരു മുറി കണ്ടുപിടിച്ച്, അത് മുറിയല്ല ഈ തട്ടുമുറം എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ളൊരു ഭാഗം, അതിന് മുകളിലേക്ക് ഇവർ 3 പേര് കയറി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒളിച്ചിരുന്നിട്ട് എന്താണ്, ഇവിടെ രാത്രി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ താഴേക്ക് ഇറങ്ങാൻ മാത്രം കഴിയത്തില്ല. ഇവർ 2 പേര് പോകുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് അവർ 3 പേര് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നിരുന്ന അവസാനം അലിഗ്രേ ഉണ്ടല്ലോ, അവൾക്ക് നല്ല ബോറടിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടേറ്റിനോട് ടേറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ഈ ഒരു സിനിമാ പേരൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞ് കളിക്കുകയാണ്. അലിഗ്ര അതുപോലെ ഏത് സിനിമയാണെന്ന് ആക്ഷനിലൂടെയൊക്കെ പറയും. അത് കണ്ടുപിടിച്ച് ടേറ്റ് പറയണം. അങ്ങനെ ആ ഒരു കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിസയും ഡാനും താടി ഒരു മുറിയിലേക്ക് വന്നിട്ട് ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്ത് അവസാനം ആ ഒരു തോക്ക് വെച്ച് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. ബുള്ളറ്റ് വരുന്ന കൊള്ളുന്നതോ ആ ടേറ്റിന്റെ പിറകു വശത്ത്. അങ്ങനെയാണ് ഇവർ 3 പേരും അത് പൊളിഞ്ഞിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെ 2 പേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഈ കുറ്റവാളികൾ 3 പേരും അവരെ പറ്റിയുള്ള കാര്യം ഇവരോട് പറയുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ 2 പേര് പരസ്പരം കൊല്ലാൻ ശ്രമിച്ചത് അതെങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പൊ ഇവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്, അലിഗ്ര ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ഇവരോട് 2 പേരോട് ചോദിക്കുന്നത് പണമാണ്. അപ്പോഴേക്കും നമ്മുടെ ലിസയും ഡാനും പറയും, അല്ല എൻ്റെ പേഴ്സിൽ ഒരു $50 ഉണ്ട്, അതെടുത്തോളാൻ പറയുമ്പോൾ അത് പോരാ. ലിസ പറയും, ഓക്കെ ഒരു $200 എൻ്റെ പേഴ്സിലുണ്ടെന്ന് പറയും. അപ്പോഴാണ് ആ ഒരു പീറ്റർ എന്ന് പറഞ്ഞാൽ പറയുന്നത്, അതാണോ ചോദിച്ചത്, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇവർ 2 പേരും അത് കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോഴേക്കും മാലിഗ്ര എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവർ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് പീറ്ററിനെ മാറ്റിയിട്ട്, പീറ്റർ ഞാൻ ഇവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവരോട് 2 പേരും ആ ഒരു തോക്ക് വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് ടേഡ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനോട് അവിടെ വലിയൊരു വൃത്തം വരയ്ക്കാൻ പറയും. അപ്പൊ അവൻ ചോക്ക് വെച്ചിട്ട് അവിടെ വലിയൊരു വൃത്തം വരയ്ക്കുന്നതും അലിഗ്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ വെച്ചിട്ട് ഒരു ഗെയിം കളിക്കാന്നാണ്. എന്താണെന്ന് വെച്ചാൽ കൊല്ലുന്നതിന് മുന്നേ ഇവരെ കളിപ്പിച്ചിട്ട് അങ്ങനെ കൊല്ലണം, അത് അവൾക്ക് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ പീറ്ററിന്റെ കെട്ടഴിച്ചിട്ട് അവനെ ആ ഒരു വൃത്തത്തിനകത്താക്കും. എന്നിട്ട് ടോഡുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്ത് കളിക്കണം, അതിൽ നീ തോറ്റാലേ ഞങ്ങൾക്ക് പണം തരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ ഡാനിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡാൻ പറയുന്നുണ്ട്, ഇല്ലില്ല വേണ്ട അങ്ങനെ ഇന്ന് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ കേൾക്കുന്നില്ല. അങ്ങനെ ഡാനിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വൃത്തത്തിലേക്കിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നേരത്ത് ഡാൻ എങ്ങനെ ഓടി പുറകിലേക്ക് വരും. അങ്ങനെ പുറകിലേക്ക് വരുന്ന ഡാനിനെ പിടിച്ചു വെച്ച് ആ ഒരു ടേബിളിലേക്ക് കിടത്തിയിട്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഡാനിനെ ടേറ്റ് ഉണ്ടല്ലോ അവനിപ്പോൾ റേപ്പ് ചെയ്യാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ അവനൊരു ഗേ ആയിട്ടുള്ള ഒരുത്തനാണ്. എന്നിട്ട് ഡാനിനെ അതുപോലെ റേപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഡാൻ കരഞ്ഞു പറയുന്നുണ്ട്. അത് ലിസയോട് സഹായം വരെ അവൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ ലിസയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ടേറ്റ് അവനെ റേപ്പ് ചെയ്യുന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും അവിടെ താഴെ നമ്മുടെ ഡാൻ ചെയ്ത ഒരു മൂവിയുടെ പോസ്റ്റർ ഉണ്ട്. അത് കണ്ടിട്ട് പീറ്റർ ചോദിക്കും, നിനക്ക് സിനിമകൾ ഇഷ്ടമാണോ, ഈ സിനിമ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ഡാൻ പറയും അത് ഞാൻ ചെയ്ത സിനിമയാണെന്ന്. അപ്പോൾ പീറ്റർ എന്ത്? അതെ, അത് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് പറയുമ്പോൾ ഹേയ് എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്, ഞാനത് ജയിലിൽ വെച്ചിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ 3 പേരും കണ്ടിട്ടുണ്ട്, നല്ല സിനിമയാണ്, നല്ല എൻഡിങ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഡാനിനെ അവര് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഡാൻ വിചാരിക്കും ഓക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് ഡാനിനെ മാറ്റിയിട്ട് നമ്മുടെ ലിസയെ പിടിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല. പീറ്റർ ഇപ്പോൾ പറയും ഓക്കെ സിനിമയെല്ലാം നല്ലതായിരുന്നു, പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും ഡാനിനെ റേപ്പ് ചെയ്യാനായിട്ട് വരുന്നതും ടോഡ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനിപ്പോൾ ഒരു മൂഡില്ലാന്ന്. അതുകൊണ്ട് നമ്മുടെ ഡാനിനെ പിടിച്ച് താഴേക്ക് കിടത്തിയിട്ട് ഇവരിപ്പോൾ ഡാനിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോവാണ്. അതിനു മുന്നേ നിന്റെ ഭാര്യയോട് അവസാനമായിട്ടൊരു യാത്ര പറഞ്ഞോ പറയുമ്പോൾ അവൻ പറയും ഓക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ ലിസ എന്ന് പറയുന്നതും പെട്ടെന്ന് ലിസ ഇവരോട് പറയും ശരി എൻ്റെ അക്കൗണ്ടിൽ പണമുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവർ ഓക്കെ നല്ല കാര്യം, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരെ രണ്ടുപേരും താഴെ കെട്ടിയിട്ട് മുകളിലേക്ക് വന്ന് ടോഡ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകിലത്തെ ബുള്ളറ്റ് ഉണ്ടല്ലോ അത് ആ ഒരു ലേഡി വലിച്ചിളക്കാണ്. എന്നിട്ട് അവിടെ മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഇവർ രണ്ടുപേരും താഴെ ഇരുന്ന് ഇപ്പോഴാണ് ലിസ ഡാനിനോട് ആ ഒരു കാര്യം പറയുന്നത്. സത്യത്തിൽ അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഡാൻ എപ്പോഴെങ്കിലും മാറിയിട്ട് തനിക്ക് ഇഷ്ടമുള്ളൊരു ഭർത്താവായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു വിശ്വാസമെല്ലാം അവൾക്കുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരിക്കലും നടന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ലിസ പറയുമ്പോഴത്തേക്കും അതുമല്ല ഡാരിയോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനായിട്ട് അവളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇതെല്ലാം ഡാനിനോടുള്ള ആ ഒരു ദേഷ്യം കാരണമാണ് അവൾ ചെയ്തത്. ഇപ്പം ഇതേ സമയം മുകളിൽ ഇവർ 3 പേരും എന്താണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നാളെ ലിസയും കൊണ്ട് ഇവർ നേരെ ബാങ്കിലേക്ക് പോകുന്നു. അവൾ പറഞ്ഞതുപോലെ അവർ പണം എടുക്കുന്നു. അതേപോലെ ഇവർ രണ്ടുപേരെയും കൊന്ന് അവരുടെ കാർ ഉൾപ്പെടെ ഒരിടത്ത് കുഴിച്ചു മൂടിയിട്ട് ഇവർ 3 പേരും രക്ഷപ്പെട്ടു പോകുന്നു. അതാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ അതിൽ അലിഗ്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് അവൾക്ക് മാത്രം ഈ കാറ് കുഴിച്ചിടുന്ന കാര്യത്തിനോട് അത്ര താല്പര്യമില്ല. അവൾ പറയുന്നുണ്ട് ഇല്ല കാറ് കുഴിച്ചിടണോ, അത് നമുക്ക് കൊണ്ടുപോയാൽ പോരെയെന്ന് അവൾ ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ പീറ്റർ അതിന് സമ്മതിക്കത്തില്ല. ഇതേ സമയം താഴെ നമ്മുടെ ലിസയും ഡാനും അങ്ങനെ തന്നെ ഇരിക്കുവാണല്ലോ. അപ്പോഴാണ് ഡാൻ നോക്കുമ്പോഴത്തേക്കും ഇവർ ആ ഒരു ഗെയിം കളിക്കുന്ന വലിയ കട്ടിയുള്ള ബോൾ ഉണ്ടല്ലോ അത് വലയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഡാൻ പതിയെ തിരിഞ്ഞ് ആ ബോളിനടുത്തേക്ക് ഒന്ന് കാലുകൊണ്ട് ഒരു ഒറ്റയടി അത് കുഴിയിലൂടെ നേരെ മുകളിലേക്ക് വന്നിട്ട് ഡാനിൻ്റെ അടുത്തേക്ക് വീഴും. അങ്ങനെ ഡാൻ ഇതെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് താഴെ കിടന്ന ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവർ 3 പേര് മുകളിലിരുന്ന് അത് കേട്ടിട്ട് ടോഡുണ്ടല്ലോ അവനോട് പറയും താഴേക്ക് പോയി നോക്കാനായിട്ട്. അങ്ങനെ ടോഡ് നേരെ താഴേക്ക് വന്ന് ഏയ് എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഡാൻ പറയും എനിക്കിതുപോലെ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയും. അപ്പോൾ ടോഡ് ഓക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കെട്ടഴിച്ച് അവനിപ്പോൾ നേരെ ബാത്റൂമിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലഷ് ചെയ്യുമല്ലോ അവിടെയുള്ള ആ മാർബിളിൻ്റെ അടപ്പ് അത് ടോഡ് ആദ്യം തന്നെ എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് പറയും ചിലപ്പോൾ നീ എന്നെ തലക്കടിച്ചാലോ, എനിക്ക് നല്ല ബുദ്ധിയാണെന്നും പറഞ്ഞ് അതും എടുത്ത് കയ്യിൽ വെച്ചിട്ട് നേരെ ലിസയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഡാനാണെങ്കിൽ ബാത്റൂമിനകത്തിരിക്കുകയാണ്. എന്നിട്ടാണ് ലിസയുടെ അടുത്തേക്ക് വന്ന് അവൾ തൊടാനായിട്ട് വരുമ്പോൾ അവൾ പറയും എന്നെ തൊടരുത് എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല തൊടത്തില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ടു ടുക് പുപ്പ് പുപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നല്ല രസമാണ്. ഇത് എന്ന് കേട്ടു നോക്ക്. ഇതുപോലെ കാണിക്കും. അപ്പോഴേക്കും നമ്മുടെ ഡാൻ ബാത്റൂമിൽ പോയിട്ട് ഇപ്പോൾ ഫ്ലഷ് ചെയ്ത് വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി വരാൻ പോവാണ്. അപ്പോൾ ടോഡ് നടന്ന ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് ഡാനിന്റെ കാലിൽ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഒരു ഷൂ മാത്രം ഊരി കയ്യിൽ പിടിച്ചേക്കുന്നു. അപ്പോൾ ടോഡ് ഏയ് ഇതെന്താന്ന് ചോദിക്കുന്നതും ഡാൻ ആ ഒരു ഷൂവിന്റെ സോക്സ് ഉണ്ടല്ലോ അതിൽ ആ ഒരു ബോൾ ഇട്ടിട്ട് കറക്കി വെച്ച് മുട്ടയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി മുട്ടയുടെ ബോധം പോയിട്ട് അവൻ താഴെ വീഴുന്നതും ഡാനിപ്പോൾ ഓടി ലിസയുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നീ മിണ്ടരുതെന്നും പറഞ്ഞ് അവളുടെ കയ്യിലെ കെട്ടഴിക്കുന്നില്ല. പകരം ഒരു കത്തി അടുത്ത് വെച്ചിട്ട് ഡാൻ പതിയെ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ പീറ്ററും ആ ഒരു പെണ്ണും ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ പോവാണ്. അതിനു മുന്നേ ടോഡ് അവിടെ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടിയൊന്നും തരുന്നില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ലിസ അടുത്ത് കിടന്ന ആ ഒരു കത്തി എടുത്ത് അവളുടെ കയ്യിൽ കെട്ടുവഴിച്ച് അവളും ശബ്ദം ഉണ്ടാക്കാതെ പതിയെ മുകളിലേക്ക് കയറി വരും. എന്നിട്ട് ഇവർ കാണാതെ മറ്റൊരു വശത്തേക്ക് പോകുന്നതും ഇപ്പൊ ഇവരെ രണ്ടുപേരും ടോഡിന്റെ ശബ്ദം ഇല്ലാത്തത് കൊണ്ട് പതിയെ താഴെ ഇറങ്ങി അവൻ എന്ത് സംഭവിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. അതേപോലെ തന്നെ രണ്ടുപേരെ കാണാനില്ല. അപ്പോൾ ടോഡിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോ കണ്ണു പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ദേ ആ ഒരു ബോൾ ഉപയോഗിച്ചിട്ട് എന്റെ തലയ്ക്ക് അടിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു പോയെന്ന് പറയും. അങ്ങനെ ഇവർ 3 പേരും ഓക്കെ നമുക്ക് അവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവിടെയുള്ള ആ ഒരു ഷോട്ട് ഗണ്ണും എടുത്ത് 3 പേരും വെളിയിലേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ നമ്മുടെ ഡാൻ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ലിസ മാത്രം വെളിയിലേക്ക് വന്നിട്ട് അവളിപ്പോൾ ഒളിച്ചൊളിച്ച് ഓരോ വശത്തോടെ ഇങ്ങനെ പോകുന്നു. അതുമല്ല അവിടെ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിന് പിറകിൽ പോയിട്ട് അവളങ്ങനെ ഇരിക്കുന്നതും ഇവർ 3 പേരും വിചാരിക്കും അവർ രക്ഷപ്പെട്ടു പോയെന്ന്. അതുകൊണ്ട് ടോഡിനോട് റോഡിലേക്ക് പോകാൻ പറയും. ബാക്കി 2 പേര് കാടിനുള്ളിലേക്കും പോകും. അങ്ങനെ ടോഡ് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിസ അവിടെ അടുത്തുള്ളൊരു കാറിന്റെ ഡോർ തുറന്ന് ആ കാറിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും
ഈ ഡോർ തുറക്കുന്നതുകൊണ്ട് കാറിനകത്തുള്ള ലൈറ്റ് ഓൺ ആവും. പക്ഷെ ടോഡ് എന്തോ പുറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്തായാലും കാണും. എന്തോ ഭാഗ്യത്തിന് അവൻ കാണാതെ അവൾ പെട്ടെന്ന് കാറിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കീ ഇല്ല. അതുകൊണ്ട് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീടിനകത്തേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോട്ടുണ്ടല്ലോ അതിന്റെ കീ എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ അവളുള്ളിലേക്ക് പോകുന്നതും ടോഡ് നടന്നു വരുമ്പോൾ അവന്റെ ടോർച്ച് വർക്കാവുന്നില്ല. അതുകൊണ്ട് പുതിയൊരു ടോർച്ച് എടുക്കാൻ വേണ്ടി അവൻ തിരിച്ച് വീടിനകത്തേക്ക് വരുന്നതും നമ്മുടെ ലിസേനെ അവൻ കാണുന്നു. ആ ഒരു തോക്ക് വെച്ചിട്ട് പിക്കബു കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞിട്ട് തോക്ക് കൊണ്ട് അവളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കാണ്. അപ്പോൾ ലിസ പറയും, ഇല്ല, നിങ്ങൾക്ക് ഞാൻ പണം തരാം, എന്നെ കൊല്ലരുതെന്ന് പറയുമ്പോൾ അവൻ പറയും, ആ ഡീലൊക്കെ കഴിഞ്ഞു, എന്നെ തലയിൽ നിങ്ങൾ എപ്പോഴടിച്ചോ അപ്പോഴേ ആ ഒരു ഡീൽ അവസാനിച്ചു, ഇനി നിങ്ങളെ കൊല്ലാൻ പോകണമെന്ന് പറയുമ്പോൾ ഇവിടെ ലിസ പറയും, ഇല്ലില്ല, എന്നെ കൊല്ലരുത് പ്ലീസ്, ഞാനൊരു അമ്മയാണ്, എൻ്റെ വയറിലൊരു കുഞ്ഞുണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതേ സമയം ഡാൻ ഉണ്ടല്ലോ താഴെ നിന്നും ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും പറയുന്ന ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ഒരു മാലാഖയുടെ ചെറിയ പ്രതിമയുണ്ട് ഇരുമ്പിലുണ്ടാക്കിയത്, അതും എടുത്ത് മുകളിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ ലിസ പറയുന്നത്, ഇതുപോലെ എനിക്കൊരു കാമുകനുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിച്ചു, അതിൽ എനിക്കൊരു കുഞ്ഞുണ്ട്, എൻ്റെ വയറിലൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ് ആ കുഞ്ഞിനെ കൊല്ലരുതെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ടോഡ് അതൊന്നും കേൾക്കത്തില്ല. അവൻ അതൊന്നും കാര്യമൊക്കെ അവളെ കൊല്ലാൻ തന്നെ നിൽക്കാണ്. ഇപ്പോൾ ഇതെല്ലാം കേട്ട നമ്മുടെ ഡാൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് കേട്ട ഡാനാണെങ്കിൽ ഇത് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവളെ രക്ഷിച്ചല്ലേ മതിയാവൂ. അതുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു പ്രതിമ കൊണ്ടുവന്നിട്ട് ടോഡിൻ്റെ തോളിലേക്ക് ഒരു ഒറ്റ കൊത്ത്. പക്ഷെ ടോഡിനൊന്നും സംഭവിക്കത്തില്ല. അവൻ ഡാനിനെ ഇടിച്ച് ദൂരേക്ക് കളഞ്ഞിട്ട് അത് വലിച്ചൂരി കളഞ്ഞ് ഇപ്പോൾ ഡാനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിക്കുന്നതും പുറകിലൂടെ വന്ന ലിസ ചാടി അവൻ്റെ മുകളിലേക്ക് കയറി ആ മുട്ടയുടെ ചെവി ഉണ്ടല്ലോ അത് കടിച്ചങ്ങ് മുറിക്കും. പിന്നീട് എന്താണ്, ഫൈറ്റോട് ഫൈറ്റാണ്. മുട്ട ഡാനിനെ ഇടിക്കുന്നു, ഡാൻ മുട്ട ഇടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ലിസ വന്നിട്ട് അവനെ ഇടിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരവസരത്തിൽ ലിസ അവൻ്റെ തലയിലേക്ക് ഒരു കണ്ണാടി എടുത്തൊരു ഒറ്റയിടി. അപ്പോൾ മുട്ട എഴുന്നേറ്റ് ലിസയുടെ കഴുത്തിൽ ഈ വയറുണ്ടല്ലോ അത് വെച്ചിട്ട് അവളുടെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഡാൻ ഇത് കണ്ട് ചാടി എഴുന്നേറ്റ് ഓടി വന്ന ആ ഒരു തോക്കെടുക്കാൻ വരുമ്പോൾ കാല് തെറ്റി താഴെ വന്ന് വീഴും. എന്നിട്ട് ആ ഒരു തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുട്ട ഡാനിന്റെ മുകളിലേക്ക് വന്നിരുന്ന് ഡാനിനെ ഇടിക്കുകയാണ് മുഖത്തേക്ക്. 2-3 ഇടി ഇടിക്കുന്നതും ലിസ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൾ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന കത്തി ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് മുട്ടയുടെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത് കൊണ്ടിട്ട് അവനൊന്നും സംഭവിക്കുന്നില്ല. അവൻ ഇപ്പോഴും ഡാനിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അപ്പോൾ ലിസ ദേ വരുന്നു എന്നും പറഞ്ഞ് അവിടെ തിരിച്ച് ഓടി വന്നിട്ട് ആ ഒരു കത്തി ഉണ്ടല്ലോ ബാക്കിയുള്ളത് അതെല്ലാം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഓരോന്നായിട്ട് ഊരി ഓരോ കത്തി എടുത്തിട്ട് അവന്റെ മുതുകിലിങ്ങനെ കുത്തുകയാണ്. അങ്ങനെ കുത്തി അവസാനം മുട്ട എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവന്റെ മുതുകിൽ മൊത്തമായിട്ടും 5 കത്തിയാണ് അവൾ കുത്തിവെച്ചത്. എന്നിട്ട് അവന് ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ മുട്ട എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് അലറി വിളിച്ചിങ്ങനെ നടന്നു വരുന്നതും ഡാൻ എഴുന്നേറ്റിട്ട് ആ ഒരു ചെറിയ പ്രതിമ ഉണ്ടല്ലോ ഇരുമ്പിലുണ്ടാക്കിയ അത് വെച്ച് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഈ കുത്തു കൊണ്ടിട്ടും അവൻ പെട്ടെന്ന് തിരിഞ്ഞിവരെ നോക്കുന്നതും അവ ഇപ്പോഴും മരിച്ചിട്ടില്ലേ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് തന്നെ അവൻ ബോധമില്ലാതെ താഴേക്ക് വന്ന് വീഴുന്നു. മരിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതുമല്ല മുകളിൽ ടോഡ് തന്റെ തോക്ക് വെച്ചിട്ട് ഇവരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കൊള്ളത്തില്ല. പക്ഷെ ആ ഒരു ശബ്ദം കേട്ട് പീറ്റർ മലിഗ്ര ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും ഇപ്പോൾ വീടിനകത്തേക്ക് കയറി വരും. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ലിസയും ഡാനും ഓടി വന്നിട്ട് അവരുടെ ഒരു മുറിക്കകത്തേക്ക് കയറി അതിനുള്ളൊരു കബോർഡ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് വന്നിട്ട് ടോഡ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അലിഗ്രയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവൾ പറയും, നിങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വീടിനകത്ത് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാൻ ലിസയോട് പറയുന്നത്, ഓക്കെ, നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കണമായിരുന്നു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും, കാരണം നിന്റെ വയറിലൊരു കുഞ്ഞുണ്ട്, അതിനെ നീ സംരക്ഷിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിസ അടുത്തൊരു കാര്യം പറയുന്നത്. സത്യത്തിൽ അവൾ പ്രഗ്നന്റ് അല്ല, ആ മുട്ടയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ കള്ളം പറഞ്ഞതായിരുന്നു. ഓക്കെ, എന്ത് തന്നെയായാലും രണ്ടുപേർക്കും രക്ഷപ്പെടണമല്ലോ. അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്നതും അവസാനം പീറ്റർ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ചിട്ട് ആ ഒരു കബോർഡിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വരുന്നതും നമ്മുടെ ഡാൻ പറയും, ഓക്കെ, ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യാം, ആ സമയം കൊണ്ട് നീ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നതും പീറ്റർ ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഡാൻ ഓടി വന്നിട്ട് പീറ്ററിനെ പിടിച്ച് താഴേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പിൽ നമ്മുടെ ലിസ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടി വരുന്നതും വെളിയിൽ തന്നെ അലിഗ്ര ഉണ്ടല്ലോ അവരുണ്ടായിരുന്നു. അവരോടി വന്നിട്ട് ലിസയെ പിടിച്ച് താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് തോക്കെടുത്ത് നീ മരിച്ചു എന്നും പറഞ്ഞ് വെടിവെക്കാനായിട്ട് വരുന്നതും ഈ സമയം കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഡാൻ അവൻ ഓടി വന്ന് ഇവരെ പിടിച്ച് താഴേക്ക് വന്ന് വീഴും. പക്ഷെ അവർ വന്ന് വീഴുന്ന വീഴ്ചയിൽ അവരുടെ നടുവിന് നല്ല പണി കിട്ടി. അപ്പൊ ഇതെല്ലാം പീറ്റർ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ഈ 2 മണ്ടന്മാരും എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാനുള്ളതല്ല അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ഗ്യാപ്പിൽ പീറ്റർ ആ ഒരു ജനാലയം തകർത്ത് പെട്ടെന്ന് താഴേക്ക് ചാടി വീണ് ഇവരെ രണ്ടുപേരെ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് ഇപ്പോ ഡാനിനെ പിടിച്ച് പീറ്റർ അവന്റെ തല പിടിച്ച് താഴേക്ക് ഇടിക്കുകയാണ്. അത് ഇടി കുറേ ഇടിയിടിക്കും അവന്റെ മൂക്കെല്ലാം പൊട്ടിയിട്ട് ഇപ്പോൾ ലിസ എഴഞ്ഞെഴിഞ്ഞ് പിറകിലേക്ക് പോയിട്ട്
ഈ ചവറ് വാരുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെച്ച് പീറ്ററിന്റെ വയറിലേക്ക് ഒരു ഒറ്റ വെട്ട്. ആ വെട്ടുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുന്നതും അവനിപ്പോ അതങ്ങനെ വലിച്ചൂരി രണ്ടായിട്ടങ്ങ് ഓടിക്കും. അപ്പോഴേക്കും ലിസ പേടിച്ച് പുറകിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ്. മറ്റേ മൊട്ട തലയൻ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ അങ്ങനെ എഴുന്നേറ്റ് വന്ന് ലിസയുടെ കഴുത്തിലേക്ക് ഒരു കത്തി വെച്ചിട്ട് അവളോട് അനങ്ങാതെ നിൽക്കാൻ പറയും. ഇപ്പോൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് വേറെ വഴിയുമില്ല. എന്നിട്ടാണ് പീറ്റർ നടന്ന് നമ്മുടെ ഡാന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ച് വലിച്ചഴിച്ച് മുന്നിലേക്കിട്ട് ഡാനിപ്പോൾ എഴഞ്ഞെഴിഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ ഒടിച്ച ആ ഒരു കമ്പുണ്ടല്ലോ, അത് വെച്ച് ഡാനിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് ഇവരെ രണ്ടുപേരെ കളിയാക്കി ഓരോ കാര്യങ്ങൾ പറയാണ്, കൊല്ലുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പോഴേക്കും ഡാൻ പതിയെ അവന്റെ കയ്യിലുള്ള ആ ഒരു കമ്പുണ്ടല്ലോ അത് വലിച്ചൂരി താഴെ കിട്ടിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പീറ്റർ എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെയുള്ള ആ ഒരു പുല്ലറുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് തിരിച്ചിടുന്നു. അതിന്റെ താഴെയാണെങ്കിൽ ആ ഒരു ബ്ലേഡ് ഉണ്ട്. എന്നിട്ട് അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡാനിനെ പിടിച്ച് അവിടത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ മുഖം അതിലേക്ക് വെച്ചിട്ട് അവൻ അങ്ങനെ കൊല്ലാൻ പോവാണ്. ഇത് കണ്ട അലിഗ്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്കാണെങ്കിലോ ഭയങ്കര സന്തോഷം. അങ്ങനെ തന്നെ ചെയ്യാനെല്ലാം പറയുന്നുണ്ട്. ഇപ്പോ ഡാനിന്റെ മുഖം പിടിച്ച് താഴേക്ക് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഡാൻ അതിൽ രണ്ടിലും പിടിച്ചേക്കാണ്. അതുമല്ല ഡാനിന്റെ വിരല് അതിലേക്ക് വന്നിട്ട് രണ്ട് വിരൽ അങ്ങ് കട്ടായി പോവും. ഇപ്പോ ലിസയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അവളും നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു കാർ വരുന്നത്. നല്ല മ്യൂസിക് എല്ലാം നല്ലതുപോലെ ഇട്ടിട്ട് നല്ല സ്പീഡിനൊരു കാർ വരുന്നു. ഇത് കണ്ട പീറ്റർ ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നതും ആ ഒരു കാർ നേരെ കൊണ്ടുവന്ന് ആരായി എന്റെ വീട്ടിലെന്ന് ചോദിച്ച ഒരു ഒറ്റയിടി പീറ്റർ തെറിച്ച് താഴേക്കൊന്ന് വീഴും. അതുമല്ല കാർ തുറന്നിറങ്ങുന്നതോ ഒരു വയസ്സായുള്ള അപ്പൂവൻ ഹേയ് എന്റെ വീട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും ഇത് വേറെ ആരുമില്ല, നമ്മുടെ ഡാനിന്റെ അച്ഛനാണ്. ഇയാൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നല്ലേ. ഇതുപോലെ ലിസേനെയും ഡാനിനെയും ഇവർ പിടിച്ചു വെച്ചിട്ട് ഈ പല സാധനങ്ങളും താഴേക്കെല്ലാം എടുത്ത് എറിഞ്ഞിരുന്നല്ലോ. ഈ സമയം രാത്രിയിലെ അത് ഒരു ദിവസം മുന്നേ വേറൊരാൾ ഇതുവഴിയെ പോയിരുന്നു. അപ്പൊ അയാൾ ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ജനാലെല്ലാം തകർന്നിറക്കുന്നതെല്ലാം കണ്ടിട്ട് ഈ അപ്പൂപ്പൻ നേരെ ഡാനിന്റെ അച്ഛനെ വിളിച്ചു പറയും. അപ്പൊ അയാളുടെ പേരിലുള്ള വീടായിരുന്നു. ഇപ്പൊ ഇതുവരെ തന്റെ വീട്ടിലെ ജനാലെല്ലാം തകർത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അപ്പൂപ്പനെ സഹിക്കാൻ കഴിയോ? ഇല്ല. ആരാ എന്റെ വീട്ടിൽ കയറി ഇതുപോലെ ചെയ്തതെന്ന് ചോദിച്ചിട്ടാണ് അപ്പൂപ്പൻ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിന്നും തന്റെ ആ ഒരു നേഴ്സിനോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോൾ അയാൾ സമ്മതിക്കത്തില്ല. അവനെ രണ്ട് ഇടി ഇടിച്ച് താഴേക്കിട്ട് എന്താ അപ്പൂപ്പന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. എന്നിട്ട് അവന്റെ കാറിന്റെ കീയും വാങ്ങി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വരുമായിരുന്നു. അപ്പൂപ്പൻ കാറിലേക്ക് കയറുമ്പോഴത്തേക്കും കാറിന് മ്യൂസിക് എല്ലാം പ്ലേ ആവുന്നുണ്ട്. പക്ഷെ അത് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാർ നല്ല സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വഴിക്ക് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തി പെട്രോൾ അടിച്ചിട്ട് അയാൾക്കും പോലും പണം കൊടുക്കാതെ കാർ കൊടുത്ത് നേരെ ഇവിടേക്ക് വരുമായിരുന്നു. അതുപോലെ വരുന്ന വഴിക്കാണെങ്കിലോ ഇവരെല്ലാവരും ഇവിടെ ഇതുപോലെ നമ്മുടെ ഡാനിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. അത് കണ്ടിട്ടാണ് അപ്പൂപ്പൻ നേരെ കൊണ്ടുവന്ന് പീറ്ററിനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നത്. അങ്ങനെ അപ്പൂപ്പൻ അവിടേക്ക് വന്നിട്ട് ആരാ എന്റെ ജനാല തകർത്തത് എന്ന് ചോദിക്കുമ്പോൾ അലിഗ്ര ഉണ്ടല്ലോ അവൾ ഓടി വന്നിട്ട് പീറ്ററിനെ പിടിക്കുകയാണ്. അപ്പോൾ താഴെ എടുക്കുന്ന ഒരു തോക്കെടുത്ത് അപ്പൂപ്പൻ ആ മൊട്ടത്തലേനുണ്ടല്ലോ അവന്റെ നെറുകേനെ ചൂണ്ടും. അപ്പൊ അവൻ പറയും നിങ്ങളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്ത് നോക്കുന്നു പറയുന്നതും കറക്റ്റ് അവന്റെ തലയുണ്ടല്ലോ ഷൂട്ട് ചെയ്തങ്ങ് പൊട്ടിക്കും. അയ്യോ ഒരു വല്ലാത്ത സീനാണത്. ഇതൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അപ്പൂപ്പൻ അങ്ങനെ മാസായിട്ട് നിൽക്കുന്നതും ഇപ്പൊ അങ്ങനെ ആ ഒരു തോക്ക് വെച്ച് തിരിഞ്ഞിട്ട് നമ്മുടെ പീറ്ററിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. ആരാണ് അടുത്തത് എന്ന് പറഞ്ഞ് പീറ്ററിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ പുറകിലൂടെ വന്ന അലിഗ്ര ഉണ്ടല്ലോ അവനൊരു കത്തി കൊണ്ടുവന്നിട്ട് അപ്പൂപ്പന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൂപ്പനാണെങ്കിൽ തിരിഞ്ഞു നിന്ന് ആ തോക്കെടുത്ത് അവളുടെ കാല് ഷൂട്ട് ചെയ്തങ്ങ് തകർക്കും. വിരലെല്ലാം പൊട്ടിയങ്ങ് പോവും. അവള് വേദന അറിഞ്ഞ താഴെ വീഴുന്നതും ഇപ്പോൾ നമ്മുടെ പീറ്റർ എഴുന്നേറ്റിട്ട് അപ്പൂപ്പനെ പിടിച്ചിട്ടാണ് ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല വേദന തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും ഇല്ല വേദനയൊന്നും തോന്നില്ല, എനിക്ക് നിന്റെ മൂക്ക് കടിച്ചു പറിക്കാൻ തോന്നുന്നു പറഞ്ഞ് അവന്റെ മൂക്കിലേക്ക് ഒരു ഒറ്റ കടി. ഇത് കാരണം പീറ്റർ അപ്പൂപ്പനെ ഇടിച്ച് താഴെ കിട്ടിട്ട് വലിച്ചെടുത്തോണ്ട് വന്ന് അവിടെ കറയും കൊണ്ട് കിടക്കുന്ന ആ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് പാവം നമ്മുടെ അപ്പൂപ്പനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. പക്ഷെ അതിന് മുന്നേ അപ്പൂപ്പൻ ഡാനിനോട് പറയുന്നത് എന്താ വെച്ചാൽ മോനെ ഓടി രക്ഷപ്പെടാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ അപ്പൂപ്പനെ കൊല്ലുന്ന ആ ഒരു ഗ്യാപ്പിൽ ലിസയും ഡാനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അപ്പൂപ്പൻ കൊണ്ടുവന്ന ആ ഒരു കാറുണ്ടല്ലോ അതിലേക്ക് കയറിയിരുന്ന അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കാറും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ലിസയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് പോകുന്നതും പീറ്റർ പുറകിൽ നിന്ന് 2-3 തവണ ഇവരുടെ കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് പേടിച്ച് ലിസ അടുത്തുള്ള മരത്തിലേക്ക് കാർ കൊണ്ടുവന്നൊരു ഒറ്റയിടി. അങ്ങനെ കാർ ഇടിച്ച് അവിടെ കിടക്കുന്നതും അങ്ങനെ കാർ കൊണ്ടുവന്ന് അവിടെ ഇടിക്കുന്നതും ലിസ ബോധമില്ലാതെ കിടക്കാണ്. അങ്ങനെ ലിസയെ തട്ടി എഴുന്നേപ്പിച്ചിട്ട് ഡാൻ പറയും ലിസ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, നേരെ ബോട്ടിനടുത്തേക്ക് പോയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയുമ്പോൾ ലിസ ചോദിക്കും അല്ല അപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. ഇതേ സമയം പീറ്റർ ആ തോക്കും കൊണ്ട് നേരെ അലിഗ്ര ഉണ്ടല്ലോ അവളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് അവളുടെ കാല് പോയല്ലോ. അപ്പോൾ അവൾ പറയും അവരെ രണ്ടുപേരും തീർക്കണം, എന്നെ പിടിയെന്ന് പറയുമ്പോഴത്തേക്കും പീറ്റർ പറയും സോറി നമുക്ക് രണ്ടുപേർക്കും ബ്രേക്കപ്പ് ചെയ്യാം, അതാണ് നല്ലതെന്ന് പറയും. എന്താന്ന് വെച്ചാൽ അലിഗ്രയുടെ കാല് പോയതുകൊണ്ട് പീറ്ററിന് ഇനിയിപ്പോൾ അവളെ കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഇത് കാരണം അലിഗ്രയ്ക്ക് നല്ല ദേഷ്യം വന്ന്
അവനെ കുറെ തെറി പറയുന്നതും പീറ്റർ ഇപ്പോൾ ഇവരെ രണ്ടുപേരെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നു. അങ്ങനെ അലിഗ്ര അവളുടെ കാല് ശരിയാക്കാൻ വേണ്ടി അവൾ അകത്തേക്ക് കയറിപ്പോവും. ഈ സമയം കൊണ്ട് നമ്മുടെ ലിസ നേരെ ആ ബോട്ടിനടുത്തേക്ക് ഓടിപ്പോവാണ്. ഡാനിപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അങ്ങനെ ലിസ ആ ഒരു ബോട്ടിനടുത്തേക്ക് എങ്ങനെയെങ്കിലും ഓടിയെത്തുന്നതും ഇവിടെ അലിഗ്ര അവളുടെ കാല് ഇപ്പോൾ ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അകത്തേക്ക് ഡാൻ തോക്കുമായിട്ട് കയറി വരുന്നത്. ഇത് കണ്ട അവളാണെങ്കിലോ ഡാനിനോട്, സോറി, നിങ്ങളെ ഞാൻ നേരത്തെ അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവൻ എൻ്റെ മനസ്സ് മാറ്റിയതുകൊണ്ടാണ്. നിങ്ങളൊരു മനുഷ്യനായിട്ട് പോലും ഞാൻ കണ്ടിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡാൻ ക്ഷമിക്കോ? ഒരിക്കലുമില്ല. അലിഗ്രയെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് അവൻ കൊല്ലുന്നു. ഇവിടെ ലിസയെ കാണിക്കുമ്പോഴത്തേക്കാണ് ലിസ ബോട്ടിലേക്ക് ചാടി കയറിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല. 2-3 തവണ ശ്രമിച്ച അവസാനം അത് സ്റ്റാർട്ട് ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് പീറ്റർ അവിടേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നേ എന്നും ചോദിച്ച് അവൻ ആ ഒരു ബോട്ടിലേക്ക് ചാടി കയറുന്നു. അപ്പോഴാണ് ഇവിടെ ഡാൻ ഈ വീട്ടിൽ നിന്നും അലിഗ്രയെ കൊന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതും ലിസയുടെ ശബ്ദം ആ ബോട്ടിൽ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട ഡാൻ ആണെങ്കിലും ഇപ്പോൾ ആ ഒരു ബോട്ടിനടുത്തേക്ക് അങ്ങനെ ഓടിപ്പോവാണ്. ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ലിസയെ അടിച്ചിട്ടിട്ട് പീറ്റർ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ട ഡാൻ ഓടി വന്ന് ആ ഒരു കയറിൽ പിടിക്കുന്നതും ഡാൻ ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാടിയ കാര്യം പീറ്റർ അറിഞ്ഞിട്ടില്ല. ഡാൻ ആണെങ്കിൽ ആ ഒരു കയറിൽ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ട ലിസയാണെങ്കിലോ ഡാനിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവൻ്റെ ശ്രദ്ധ അവളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അവസാനം നമ്മുടെ ഡാൻ എങ്ങനെയെങ്കിലും ആ ഒരു കയറിൽ പിടിച്ചിട്ട് നേരെ ബോട്ടിലേക്ക് വന്ന് ബോട്ടിലേക്ക് ചാടി കയറിയിട്ട് പിന്നീട് എന്താണ് പീറ്ററിനെ അടിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ശ്രമിക്കും. പക്ഷേ പീറ്ററിനോട് അടിച്ചു നിൽക്കാനായിട്ട് രണ്ടുപേരെ കൊണ്ട് കഴിയത്തില്ല. അവനാണെങ്കിൽ രണ്ടുപേരെ ഇടിച്ച് താഴെ കിട്ടിട്ട് ഒരവസരത്തിൽ നമ്മുടെ ഡാൻ ഇപ്പോൾ എഴുന്നേറ്റ് വാടാ ഇപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ഈ ബോട്ടിൽ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ഡാൻ അതിനകത്ത് വെച്ച് ഛർദ്ദിക്കാണ്. ഇടിക്കാൻ നിൽക്കുന്നവനാണ്. 2-3 തവണ ഛർദ്ദിച്ചിട്ട് ഓക്കെ ഇപ്പൊ ശരിയായെന്നും പറഞ്ഞ് പീറ്ററിനെ ഒരു ഒറ്റയിടി. ഇതിനിടയിൽ നമ്മുടെ ലിസ ആ ഒരു ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ അതെടുത്ത് പീറ്ററിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവ ഒഴിഞ്ഞു മാറുന്നതും അത് അവന്റെ ദേഹത്ത് കൊള്ളാതെ വേറെ എവിടേക്കോ തട്ടി എങ്ങോട്ടോ പോകുന്നു. അങ്ങനെ അവളെ ഒരു ഇടി അവളും താഴെ വന്ന് വീണു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അവസാനം പീറ്ററിനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വെള്ളത്തിലേക്ക് തള്ളിയങ്ങിടും. അതുമല്ല അവന്റെ കഴുത്തിലാണെങ്കിലും ഒരു ബെൽറ്റും കുരുക്കി വെച്ചിട്ടുണ്ട്. ഇവനാണെങ്കിലും നീന്താനും കഴിയുന്നില്ല. വെള്ളത്തിൽ കിടന്ന് പതിയെ മുകളിലേക്ക് വന്നിട്ട് ഇപ്പോൾ താഴേക്ക് തന്നെ മുങ്ങി അങ്ങ് പോകുന്നു. സോറി, അത് ബെൽറ്റ് അല്ല, ഇവർ ആ ഒരു കല്ല് നിറച്ച ബാഗ് ഉണ്ടല്ലോ അതായിരുന്നു. അതിന്റെ വെയിറ്റ് കാരണം ഇവ താഴേക്ക് പോകുന്നതും ഇപ്പൊ അവന്റെ കാലില് കയർ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ കയറ് നമ്മുടെ ഡാനിന്റെ കാലിൽ കുരുങ്ങിയിട്ട് ഡാനിനെ വലിച്ച് വെള്ളത്തിലേക്കിടും. ഡാൻ തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീണ് അവ താഴേക്ക് മുങ്ങിപ്പോയിട്ട് ഇപ്പോൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ലിസ അവനെ കുറച്ചു നേരം നോക്കി നിൽക്കും. അപ്പോൾ ഡാൻ പറയും, ഇല്ല എന്നെ വിട്ടേക്ക്, രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലിസ എന്തോ അവനെ അങ്ങനെ വലിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ആ ഒരു കയറ് കാലിൽ നിന്ന് എടുത്ത് കളയുന്നതും ഒരു വിധത്തിൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇപ്പൊ രണ്ടുപേരും പരസ്പരം കൊല്ലാനായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ നോക്ക് രണ്ടുപേരും ഒരുമിച്ചു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ എന്താണ് പോലീസുകാരും എല്ലാവരും ഇവിടേക്ക് വന്ന് ഇവരെ രണ്ടുപേരും അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടല്ലോ പരസ്പരം കൊന്നതിന് ശേഷം ഇവരെങ്ങനെയാണ് പോലീസുകാരോട് അഭിനയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ രണ്ടുപേരും കൂടി അഭിനയിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇതുപോലെ കൊള്ളക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെന്നും എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്, എൻ്റെ അച്ഛനെ കൊന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവർ രണ്ടുപേരും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഈ കാര്യം ന്യൂസിലെല്ലാം അറിഞ്ഞിട്ട് എല്ലാവരും അവരെ ഇന്റർവ്യൂ എല്ലാം ചെയ്ത് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അത് വലിയ രീതിയിൽ അത്യാവശ്യം കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങളും കൂടി അതിനകത്ത് എക്സ്ട്രാ ഇട്ടിട്ട് അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു അനുഭവം നിങ്ങളത് സിനിമയാക്കുന്നുണ്ടോ? കാരണം ഡാൻ ഒരു ഡയറക്ടറാണെന്ന് കൂടി പറയുമ്പോഴത്തേക്കും അതിനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം അത് ഇവർ സിനിമയാക്കാണ്. ആ സിനിമയാക്കുമ്പോഴത്തേക്ക് അതിലെ ഡാൻ അത് ഡയറക്റ്റ് ചെയ്യും. നടിയായിട്ട് അഭിനയിക്കുന്നത് ലിസ, ഡാനിന് പകരം വേറൊരുത്തനാണ്. അത് നമ്മുടെ ഇന്ത്യൻ ആക്ടർ ഉണ്ടല്ലോ ആ ഒരു ആക്ടറാണ്. അങ്ങനെ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും നല്ലതുപോലെ കഴിയുന്നു. അതോടെ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും ഓവർ യുവർ ഡെഡ് ബോഡി എന്ന് പറഞ്ഞ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്ട്രസിന്റെ മൂവി നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. റെഡി ഓർ നോട്ട് എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ അതിലും ഇതുപോലെ കൊലയുള്ള ഒരു സിനിമയാണ്. ഇതും അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. പുള്ളിക്കാരിക്ക് ഇതുപോലെയുള്ള സിനിമകൾ മാത്രമാണെന്ന് ഒന്ന് കിട്ടുന്നത്. എന്തായാലും വേറെ സിനിമകളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതും കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഫുൾ ആൻഡ് ഫുള്ള് ആക്ഷൻ മൂവിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണോ ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്തേക്കാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.